പ്രതിഷേധത്തിനിടെ 8 ബില്ലുകൾ പാസാക്കി പാർലമെന്റ്. പുതിയ ആദായ നികുതി ബില്ലാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. മാരിടൈം, സ്പോർട്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളും പാർലമെന്റ് പാസാക്കി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബിൽ ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ന് പാസായത്. രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബിൽ നിയമമാകും. നികുതിദായകർക്ക് റീഫണ്ട് ലഭിക്കുന്നതിലും ഭവന വായ്പകളുടെ നികുതി കാര്യത്തിലും കൂടുതൽ വ്യക്തത വരുത്തിയും ഇളവുകൾ നൽകിയുമാണ് പുതിയ ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പാർലമെന്റിന്റെ സെലക്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ച 285 നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ ബിൽ. 1961 ഇന്ത്യൻ ആദായ നികുതി നിയമമാണ് ഇതോടെ മാറുന്നത്. ഭവന വായ്പ എടുത്തവർക്ക് ആശ്വാസം നൽകുന്ന ചില ചട്ടങ്ങൾ ബില്ലിലുണ്ട്. കെട്ടിടങ്ങളുടെ മുനിസിപ്പൽ നികുതി ഒഴിവാക്കിയും 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ശേഷമുള്ള തുകയാണ് ആദായ നികുതിക്ക് പരിഗണിക്കുക. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഈടാക്കുന്ന ആദായ നികുതിയിലും ഇളവുണ്ടാകും. പെൻഷൻ ഫണ്ടുകളിൽ നിന്നുള്ള വരുമാനത്തിന് കമ്മ്യൂട്ടഡ് പെൻഷൻ ഡിഡക്ഷൻ അംഗീകരിക്കും. അവസാന തീയതിക്ക് ശേഷം ആദായ നികുതി അടയ്ക്കുന്നവർക്ക് റീഫണ്ട് നൽകില്ലെന്ന പഴയ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നികുതി അടയ്ക്കുന്ന ദിവസമാണ് ഇനി മുതൽ റീഫണ്ടിന് പരിഗണിക്കുക. കമ്പനികളുടെ ഇന്റർ കോർപ്പറേറ്റ് ഡിവിഡന്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും ഇളവുകൾ പുതിയ ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. മാരിടൈം, സ്പോർട്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ബില്ലുകളും പാർലമെന്റ് പാസാക്കിയവയിൽ പെടുന്നു. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.